എൻ്റെ പേര് അഭിന. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ കൊണ്ടാണ്. ഹെയർ സ്റ്റൈൽ വീഡിയോസ് നമ്മൾക്ക് കുറേ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും ബൺ ഹെയർ സ്റ്റൈൽസ് ഇഷ്ടമാണ്, മെയിൻലി ബിക്കോസ് അത് അവിടെ സെക്യൂറായി കിടക്കും. നമ്മളുടെ മുടി പുറത്തേക്കൊന്നും വന്ന് നമ്മളെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ ബൺ ഹെയർ സ്റ്റൈൽസ് ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യാൻ പറ്റും. ബൺ ഹെയർ സ്റ്റൈൽസ് ഫുൾ ഹെയർ യൂസ് ചെയ്യാനും നമുക്ക് ചെയ്യാൻ പറ്റും. അത് എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. ഷോർട്ട് ഹെയർ സ്റ്റൈൽസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ആ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്തായാലും ഇഷ്ടപ്പെടും. ബാക്കിയുള്ള എല്ലാ ഹെയർ സ്റ്റൈൽസും നിങ്ങൾക്ക് ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവർക്കും ഈ ബൺ ഹെയർ സ്റ്റൈൽസ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. Without further ado, let's get started with the video. ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മുടി കോംബ് ചെയ്തെടുക്കുക. കോംബ് ചെയ്തതിന് ശേഷം ക്രൗൺ ഏരിയയിലുള്ള ഹെയർ ബാക്ക് കോംബ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ വോളിയം കിട്ടുന്നതായിരിക്കും. അത്ര ഫ്ലാറ്റ് ആയിട്ട് ഹെയർ കിടക്കില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അതിനുശേഷം ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഹെയർ ബാക്കിലോട്ടേക്ക് എടുക്കുക. ബാക്കിൽ എടുത്തിരിക്കുന്ന ഹെയർ ഒരു ഹാഫ് പോണിറ്റെയിൽ മാതിരി റബ്ബർ ബാൻഡ് വെച്ച് സെക്യൂർ ചെയ്യുക. നല്ല രീതിയിൽ ടൈറ്റായി സെക്യൂർ ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രണ്ടിൽ നിന്ന് ഹെയർ പുൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഹെയറിൽ ഒരു പൂഫ് ക്രിയേറ്റ് ആവുന്നത് കാണാൻ പറ്റും. കുറച്ചൊരു വോളിയം തോന്നിക്കും അപ്പോൾ. അതിനുശേഷം ബാക്കിലുള്ള ഹാഫ് പോണിറ്റെയിൽ എടുത്ത് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുക്കുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു ബൺ ഫോമിൽ എടുക്കുക. അതിനുശേഷം യൂപിൻസ് വെച്ച് സെക്യൂർ ചെയ്യുക. നിങ്ങളുടെ ടൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് യൂപിൻസ് വെച്ച് സെക്യൂർ ചെയ്യാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. ഇത് പെട്ടെന്ന് ചെയ്യാനും പറ്റും, കാഷ്വൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. ലോങ് ആണെങ്കിലും എന്നെ പോലെയുള്ള ഹെയർ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഹെയർ സ്റ്റൈൽ നല്ലോണം സൂട്ട് ചെയ്യുന്നതാണ്. സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ആദ്യം നല്ല രീതിയിൽ മുടി കോംബ് ചെയ്തെടുക്കുക. കോംബ് ചെയ്തതിന് ശേഷം ഒരു മിഡിൽ പാർട്ടീഷനിങ് ചെയ്യുക. മിഡിൽ പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ഒരു ലോ ആയിട്ടുള്ളൊരു പോണിറ്റെയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു റബ്ബർ ബാൻഡ് വെച്ച് ആ ലോ പോണിറ്റെയിൽ സെക്യൂർ ചെയ്യുക. വോളിയം തോന്നിക്കാൻ വേണ്ടി കുറച്ച് ഹെയർ പുൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു മെസ്സി ആയിട്ടുള്ള ഒരു ബൺ ക്രിയേറ്റ് ചെയ്ത് ഫീലിങ്ങും കിട്ടും. അതിനുശേഷം നമ്മളുടെ ബാക്കിലുള്ള പോണിറ്റെയിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് വെച്ച ഹെയർ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള 3 സ്ട്രാൻഡ് ബ്രെയ്ഡിങ് ചെയ്യുക.
ഏറ്റവും എൻഡ് വരെ 3 സ്ട്രാൻഡ് ബ്രെയ്ഡിങ് ചെയ്യുക. എന്നിട്ട് അതൊരു റബ്ബർ ബാൻഡ് വെച്ച് സെക്യൂർ ചെയ്യുക. സെക്യൂർ ചെയ്തതിന് ശേഷം മുടി കുറച്ച് പുൾ ചെയ്ത് കൊടുക്കുക, അവിടെയും കുറച്ച് വോളിയം കിട്ടാൻ വേണ്ടി. അതിനുശേഷം ഞാൻ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഈ ബണ്ണിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ആയിട്ട് കുറച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ യു പിൻസ് വെച്ച് സെക്യൂർ ചെയ്യുകയാണ്. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് യു പിൻസ് വെച്ച് സെക്യൂർ ചെയ്യാം. ബാക്കി വന്ന ഹെയർ കൂടി ഞാൻ റൊട്ടേറ്റ് ചെയ്ത് യു പിൻസ് വെച്ച് സെക്യൂർ ചെയ്യുന്നു. നല്ലൊരു ക്ലാസി ബട്ട് എലഗന്റ് ആൻഡ് മെസ്സി ആയിട്ടുള്ള ഒരു ബൺ ഹെയർ സ്റ്റൈലാണിത്. തേർഡ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നല്ല രീതിയിൽ കോം ചെയ്യുക. അതിനുശേഷം ഒരു ലോ പോണിറ്റെയിൽ ക്രിയേറ്റ് ചെയ്യുക. ലോ പോണിറ്റെയിൽ ഒരു റബ്ബർ ബാൻഡ് വെച്ച് സെക്യൂർ ചെയ്യുക. പോണിറ്റെയിലിൻ്റെ ഹെയർ 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. ഈ 2 സെക്ഷനിൽ ഫസ്റ്റ് ഒരു സെക്ഷൻ എടുത്ത് നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ഞാനിത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു മെസ്സി ആയിട്ടുള്ള ബൺ ഹെയർ സ്റ്റൈലാണ്. അതിനുശേഷം ബാക്കി വന്ന ഹെയറും ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റ് ചെയ്തിട്ട് അവസാനം യു പിൻസ് വെച്ച് സെക്യൂർ ചെയ്യുക. നല്ല ടൈറ്റ് കിട്ടുന്നവരെ യു പിൻസ് വെച്ച് സെക്യൂർ ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനൽ ഹെയർ സ്റ്റൈൽ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ബൺ ഫോം ചെയ്തിട്ടുണ്ട്. കാഷ്വലായിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ്. എല്ലാവരും കണ്ടില്ലേ ബൺ ഹെയർ സ്റ്റൈൽസ് ചെയ്യുന്നത്. ബൺ ഹെയർ സ്റ്റൈൽസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ടത് യു പിൻസ് ആണ്. യു പിൻസ് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും എളുപ്പത്തിൽ നമുക്ക് ഈ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യു പിൻസിനാകെ അത്രയും അഫോർഡബിൾ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ് യു പിൻസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൺ ഹെയർ സ്റ്റൈൽ ഏതാണെന്ന് പറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തായാലും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. വേറെ എന്തെങ്കിലും കമന്റ്സും കൂടെ പറയാനുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്തായാലും പറയൂ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയുക. Until we meet next time, this is me Abhina signing off. Bye. Love you all.